Superintending Engineer so-and-so, Circle Tirunelveli invited expression of interest. The KMML submitted their EOI and their quotation for removal of sand, quoting a rate of rupees 290 per meter cube. 290 രൂപ മീറ്റർ ക്യൂബിന് നൽകാമെന്നും പറഞ്ഞ് KMML വരികയാണ്. Forms upon negotiation so-and-so, KMML had agreed that all financial legal obligations of the department shall be met by KMML. അതെല്ലാം പറഞ്ഞു. അതിനുശേഷം as per the proposal dated 1/11/2018, the chief engineer for removal of mineral sand from Thottapally, the amount fixed for the mineral sand was 464 per m3. അതായത് ഇതിനു മുമ്പ് 1/11/2018 ഉണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മിനറൽ സാൻഡിന്റെ എമൗണ്ട് കൊടുത്തിരുന്നത് എക്സ്ക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ഡ്രഡ്ജിങ്ങിന്റെ കോസ്റ്റ് കൂടാതെ 464 രൂപയ്ക്കാണ് അവിടുന്ന്, അതായത് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണല് 464 രൂപയ്ക്കാണ് പെർ മീറ്റർ ക്യൂബിൽ കൊടുത്തിരുന്നത്. അതിനുശേഷം ആ റേറ്റ് പോരാ എന്ന് പറഞ്ഞു. Since the rate proposed by IRA KMR based on the GO was quite below the previous rates, especially considering that the sand contained regulated minerals, the government has entrusted Mining and Geology Department as well as the NCESS to assess and evaluate the contents of the mineral sand. അതായത് തോട്ടപ്പള്ളിയിൽ നിന്നും നീക്കം ചെയ്യാൻ പോകുന്ന മണലിന്റെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മണലിൽ എന്തുമാത്രം ധാതു ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പഠിച്ച് റിപ്പോർട്ട് പറയാൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും NCESS-നെയും സർക്കാർ നിർദ്ദേശിച്ചു. Evaluate the contents of the mineral. Both institutions have not replied till date, conclusively recommending a different rate. അതായത് ഇവര് പറഞ്ഞ ഈ 464 രൂപ വില മെട്രിക് ടണ്ണിന് ക്യൂബിക് മീറ്ററിന് പറഞ്ഞപ്പോ ഈ മണലിൽ അടങ്ങിയിട്ടുള്ള ധാതു ഘടകങ്ങളുടെ സാന്നിധ്യം എന്തുമാത്രമുണ്ടെന്നും ഇതിന് എന്തുമാത്രം വില വരുമെന്നും റിപ്പോർട്ട് ചെയ്യാൻ മൈനിങ് ആൻഡ് ജിയോളജിയോടും NCESS-നോടും ആവശ്യപ്പെട്ടെങ്കിലും അവര് വ്യത്യസ്തമായ റേറ്റ് പറഞ്ഞ് അവരുടെ മറുപടി ഇതുവരെ ലഭിച്ചില്ല. ഫർദർ, in response to government letter 34/2019, KMML informed that they are ready to accept the rate of rupees 464 for the sand. ഗവൺമെന്റ് ഇപ്പോ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിയ വില 464 രൂപ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. In the meantime, a high-level meeting was convened on 2/5/2019 under the ministers കൂടി മീറ്റിംഗ് കൂടി ഈ റേറ്റിന് ഇത് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും സുന്ദരമായ കാര്യം, അതായത് നിങ്ങൾ പറഞ്ഞ ആ ഭാഗം കൂടി പറയാം. ഇതെപ്പോഴും നമ്മള് എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് മനസ്സിലുള്ളത് ഏതെങ്കിലും സമയത്ത് നമ്മുടെ ഇന്റൻഷൻ പുറത്തു വരും. നമ്മൾ എത്ര ഗോപ്യമായിട്ട് എത്ര കെയർഫുൾ ആയിട്ട് എത്ര ശ്രദ്ധാപൂർവം ചെയ്താലും തമ്പുരാൻ ഒരു ചരട് എപ്പോഴും ലീവ് ചെയ്യും. ഇപ്പോ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ കൂടിയ യോഗം ഈ വിഷയം നേരത്തെ ഒരു വട്ടം ഉന്നയിച്ചപ്പോ ഇവര് പറഞ്ഞിരുന്നത് കുട്ടനാടിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങള് തോട്ടപ്പള്ളിയിലെ മണല് മാറ്റുന്നു എന്നല്ലേ പറഞ്ഞത്. ആ തോട്ടപ്പള്ളിയിലെ മണല് മാറ്റുന്നതിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം ഒഴുകി പോകണമെന്നുള്ളതല്ല. വെള്ളം ഒഴുകി കടലിലേക്ക് പോകണമെന്നുള്ളതാണോ അതോ മണല് പോരുന്നുള്ളതാണോ? മഴ വന്ന് മൺസൂൺ തുടങ്ങി സ്വാഭാവികമായിട്ട് തന്നെ മണല് മാറും. അങ്ങനെയാണ് പൊഴി സ്വാഭാവികമായിട്ട് തന്നെ തുറക്കുകയും പിന്നീട് കടല് തന്നെ അടക്കുകയും ചെയ്യുന്നതാണ് ഒഴിമുഖം എന്ന് പറയുന്നത്. അപ്പൊ മണല് തന്നെ മൺസൂൺ വന്നാൽ ഒഴുകിപ്പോകുമെന്നറിയാം. ഇതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കും. അത് കഴിഞ്ഞിട്ട് അവരോട് ഈ റേറ്റിന് ഈ മണൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുക. ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് നെസസറി എഗ്രിമെന്റ് വിത്ത് PSU mentioned above and move forward to avoid the loss of sand during impending monsoon so as to allow free flow of water through Porimo. ഈ ചീഫ് എഞ്ചിനീയറെ നിർബന്ധിച്ച് പെട്ടെന്ന് എഗ്രിമെന്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? യു ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. ഐ വിൽ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. Chief Engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during impending monsoon
Why are you concerned about the loss of sand? Who is concerned about the loss of sand? Why the government, the chief minister, the minister, the disaster management authority should be concerned about the loss of the sand? Loss of sand is the concern of CMRL. ഒരു സംശയം വേണ്ട. നോട്ട് കുട്ടനാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം അവർ എഴുതിയിട്ട് so as to allow free flow of water through the Purimo. So the whole intention, ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2017 ചേർന്ന യോഗം, ആ യോഗം എയിം ചെയ്തത് തോട്ടപ്പള്ളിയിലെ കരിമണലിന് വേണ്ടിയിട്ടായിരുന്നു. ദ ഹോൾ എക്സസൈസ്, അവിടെ നടത്തിയ മുഴുവൻ എക്സസൈസും ആ കരിമണൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഈ കരിമണൽ അവിടെ നിന്ന് കൊണ്ടുപോയ ക്വാണ്ടിറ്റി, അളവ്, അതുകൊണ്ട് കേരള സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം, ഇവർക്കുണ്ടായ ലാഭം, ഇത് നമ്മൾ അടുത്തൊരു ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരാം. ഇത് സ്വാഭാവികമായിട്ടും ഇത് കിട്ടിയല്ലോ. ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ഇലിമിനേറ്റ് തോട്ടപ്പള്ളിയിൽ നിന്നുള്ള മണല് കിട്ടിത്തുടങ്ങുന്നു. മണല് കിട്ടിത്തുടങ്ങുന്ന മുറയ്ക്ക് ഇതിന്റെ വാദമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മറുവാദമായിട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഒരിക്കൽ സൂചിപ്പിച്ചതും രാജീവ് മിനിസ്റ്റർ പറയാൻ ശ്രമിച്ചതുമായ കാര്യം, ഇത് ഞങ്ങൾ പൊതുമേഖലയ്ക്കാണ് കൊടുക്കുന്നത്, പൊതുമേഖലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പൊതുമേഖലയിൽ നിന്നും ഇലിമിനേറ്റ് അഭംഗുരം CMRലേക്ക് പോയ ഇ-വേ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു.